ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ കാറിലേക്ക് കയറി നടന്ന സംഭവങ്ങളെക്കുറിച്ച് ശാലിനി പറഞ്ഞതെല്ലാം ഓർമ്മിച്ചിരിക്കുന്നു. അപ്പോഴേക്കും വിഷ്ണുവും ശാലിനിയും രോഹിത്തും കൂടി അവിടേക്ക് എത്തുന്നു. വിഷ്ണു ശാലിനിയെ നോക്കിയതും ശാലിനി പറഞ്ഞു, എത്ര പറഞ്ഞിട്ടും അവൾ ഒന്നും മനസ്സിലാക്കുന്നില്ല വിഷ്ണുവേട്ടാ. അത് കേട്ടതും വിഷ്ണു പറഞ്ഞു, സാരയില്ല, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കാറിലേക്ക് കയറി. അങ്ങനെ ശ്യാമയെയും രോഹിത്തിനെയും കൂട്ടി വിഷ്ണുവും ശാലിനിയും അവിടുന്ന് പുറപ്പെടുന്നു. രോഹിത്ത് കാറിൽ കയറിയതും ശ്യാമ മുൻപ് പറഞ്ഞതുപോലെ രോഹിത്ത് സ്വയം സീറ്റ് ബെൽറ്റ് ഇട്ട് അവിടെ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. വിഷ്ണുവും ശാലിനിയും ഒക്കെ രോഹിത്തിനോടുള്ള ശ്യാമയുടെ പെരുമാറ്റത്തിൽ വല്ലാത്ത വിഷമത്തോടെ പരസ്പരം നോക്കുന്നു. അപ്പോഴാണ് സുസ്മിത തന്റെ പ്ലാനെല്ലാം പൊളിഞ്ഞതിന്റെ വിഷമത്തിൽ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നത്. അപ്പോഴേക്കും സത്യഭാമ വീട്ടിൽ നിന്ന് സരള വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് തലപുകഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ പങ്കജം സത്യഭാമയ്ക്കുള്ള ജ്യൂസുമായി എത്തി. സത്യഭാമ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് പങ്കജം മനസ്സിൽ തീരുമാനിച്ചു, ഇത് തന്നെയാണ് പറ്റിയ അവസരം, ഇപ്പോൾ തന്നെ കാര്യങ്ങൾ പറയാം എന്നാലോചിച്ച് പങ്കജം അരികിലേക്ക് എത്തിയതും ദാ സത്യാമേ എന്ന് പറഞ്ഞ് ജ്യൂസ് നേരെ നീട്ടിയതും എന്തായത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പങ്കജം പറഞ്ഞു, ലൈം ജ്യൂസാ സത്യാമേ. ഉടനെ സത്യഭാമ അത് വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പങ്കജം ചോദിച്ചു, അല്ല സത്യാമേ, കുറച്ചു മുമ്പ് ഇവിടെ വന്നില്ലേ ആ സ്ത്രീ? ഞാനൊരു കാര്യം പറഞ്ഞാൽ സത്യാമ്മയ്ക്ക് എന്നോട് വിരോധമൊന്നും തോന്നരുത്. സത്യഭാമ ചോദിച്ചു, എന്താ എന്താ കാര്യം എന്ന് ചോദിച്ചതും പങ്കജം പറഞ്ഞു, മുൻപ് ഇവിടെ വന്നിട്ട് പോയ ആ സ്ത്രീ ഇല്ലേ, അവർ പറഞ്ഞതൊക്കെ അങ്ങനെ അപ്പാടെ തള്ളിക്കളയണ്ട സത്യാമേ. ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാണ്. ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് കിട്ടുന്ന പണവും വാങ്ങിച്ച് ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടവൾ. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ കാണുമ്പോൾ സത്യാമ്മയോട് പലതും പറയാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സത്യാമ്മയോട് പറയുന്നത് എന്ന് പറഞ്ഞതും സത്യഭാമ ചോദിച്ചു, എന്താ പങ്കജം, നീ ഇങ്ങനെ വളച്ചൊടിക്കാതെ കാര്യം പറ എന്ന് സത്യഭാമ പറഞ്ഞതും പങ്കജം പറഞ്ഞു, അതെ, ഇവിടെ രോഹിത് സാറും ആ ശ്യാമമോളും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല. അവർ രണ്ടുപേരും വഴക്കിടുകയായിരുന്നു. അവരുടെ വഴക്ക് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇവിടുന്ന് വിഷ്ണുമോനും ശാലിനി കുഞ്ഞും കൂടി അവരെയും കൂട്ടി പുറത്തു പോയത് എന്ന് പങ്കജം പറഞ്ഞു. അത് കേട്ടുകൊണ്ട് നിന്ന രാഘവൻ നായർ വേഗം അവിടേക്ക് എത്തി. പങ്കജം, നിനക്കെന്താ അടുക്കള വേറെ ജോലിയൊന്നും ഇല്ലേ എന്ന് ചോദിച്ച് രാഘവൻ നായർ പങ്കജത്തോട് ദേഷ്യപ്പെടുമ്പോ സത്യഭാമ പറഞ്ഞു, രാഘവേട്ട വേണ്ട, അവൾ എന്തോ പറയാനായിട്ട് വന്നതാണ്, അത് പറയട്ടെ, അവൾക്ക് പറയാനുള്ളത് അവൾ പറയട്ടെ എന്ന് സത്യഭാമ പറഞ്ഞതും പങ്കജം ഉടനെ സത്യഭാമയോട് പറഞ്ഞു, സത്യാമ്മ വേറൊന്നുമല്ല, ഇവിടെ വിവാഹം കഴിച്ച് വന്നപ്പോൾ മുതൽ ആ ശ്യാമമോളുടെ മുഖം സത്യാമ്മ ശ്രദ്ധിച്ചിട്ടില്ലേ? എപ്പോഴെങ്കിലും ആ കൊച്ചിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അതിന്റെ മുഖത്ത് സന്തോഷമോ പുഞ്ചിരിയോ കണ്ടിട്ടുണ്ടോ എന്ന് സത്യഭാമയോട് പങ്കജം ചോദിക്കണം. അത് കേട്ടതും രാഘവൻ നായർ ചോദിച്ചു, പങ്കജം, നീ എന്തിനാ ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? ഇതൊന്നും നിന്റെ കാര്യത്തിൽപ്പെട്ടതല്ലോ എന്ന് ചോദിച്ചതും ഉടനെ രാഘവൻ നായർ പറഞ്ഞു, എന്തിനാ രാഘവേട്ട, അവൾക്ക് പറയാനുള്ളത് അവൾ പറയട്ടെ, എന്തിനാ അവളെ തടസ്സപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചതും രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, നീ ഇവൾ പറയുന്നൊന്നും കേൾക്കണ്ട, ഇവൾ മന്ധരയാണ്, മന്ധര എന്ന് പറഞ്ഞ് രാഘവൻ നായർ സത്യഭാമയെ തടയുമ്പോ സത്യഭാമ പങ്കജത്തിന് പറയാനുള്ളത് എന്താന്ന് കേൾക്കാൻ തയ്യാറായി. പങ്കജം പറഞ്ഞു, സത്യാമ്മേ, ഇവിടെ നടന്ന പല സംഭവങ്ങളും സത്യാമ്മയുടെ മുന്നിൽ മറച്ചു വെക്കുകയാണ് വിഷ്ണു കുഞ്ഞും ഒപ്പം ശാലിനി മോളും. സത്യാമ്മ അതൊന്നും അറിയാതിരിക്കുന്നു. സത്യാമ്മയെ ഇതൊന്നും അറിയിക്കരുതെന്നുള്ള തീരുമാനത്തോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. രോഹിത് സാറും ആ ശ്യാമമോളും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല. വന്നപ്പോൾ മുതൽ അവർ രണ്ടുപേരും തമ്മിൽ വഴക്ക് തന്നെയാണ് എന്ന് പറഞ്ഞത്. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, നീ ഇവൾ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഉടനെ സത്യഭാമ പറഞ്ഞു, പങ്കജം, എന്താ സത്യം എന്ന് വെച്ചാൽ അത് നമ്മുടെ മുന്നിൽ തെളിയിക്കപ്പെടും. അങ്ങനെ അധിക നാളൊന്നും കള്ളം മറച്ചു വെക്കാൻ ആർക്കും ആവില്ല എന്ന് സത്യഭാമ പങ്കജത്തോട് പറയുമ്പോൾ അവിടേക്ക് വിഷ്ണുവും ശാലിനിയും ശ്യാമയുടെയും രോഹിത്തിന്റെയും ഒപ്പം മടങ്ങിയെത്തി. വണ്ടി വന്ന് നിർത്തിയതും ശാലിനി ശ്യാമയെ നോക്കിയിട്ട് പറഞ്ഞു, മോളെ, ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ എന്ന് ചോദിച്ചിട്ടും ഉടനെ ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി പറയുന്ന പോലെ ഒന്നും അഭിനയിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ എൻ്റെ മനസ്സിലുള്ളത് അത് എന്റെ മുഖത്ത് പ്രതിഫലിക്കും, അതുപോലെ ഞാൻ പറയുകയും ചെയ്യും എന്ന് ശ്യാമ ശാലിനിയോട് അറിയിച്ചു. ശരി, എന്തായാലും നീ വാ എന്ന് പറഞ്ഞ് ശാലിനി വേഗം കാറിൽ നിന്ന് ഇറങ്ങാനായി ശ്യാമയോട് പറയുന്നു. അവർ 4 പേരും കാറിൽ നിന്ന് ഇറങ്ങിയതും ശ്യാമയുടെ അരികിലേക്ക് എത്തി ശാലിനി ശ്യാമയെ വിളിച്ചു. ഉടനെ ശ്യാമ പറഞ്ഞു, ഞാൻ വരാം കുഞ്ഞേച്ചി, പക്ഷേ കുഞ്ഞേച്ചി പറഞ്ഞ പോലെ ഒന്നും എന്നെ കൊണ്ടാകാൻ കഴിയില്ല എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, ശരി, സമ്മതിച്ചു, നീ വാ എന്ന് പറഞ്ഞ് ശാലിനി ശ്യാമയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറണം. അവർ 4 പേരും കൂടി അകത്തേക്ക് കയറി വന്നതും സത്യഭാമ രോഹിത്തിനെയും ശ്യാമയും നോക്കിയിട്ട് ചോദിച്ചു, അല്ല, നിങ്ങളിത് എവിടെ പോയതാ എന്ന് ചോദിച്ചതും ശാലിനിയും വിഷ്ണു വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് പിന്നെ അമ്മയെ, ഞങ്ങള് ഇവരെ ഒന്ന് പുറത്തു കൊണ്ടുപോയി ചുറ്റിയടിച്ചു എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണുവിനോട് ചോദിച്ചു, അതെന്താടാ എന്ന് സത്യഭാമ അന്വേഷിച്ചതും അത് വെറുതെ അമ്മേ എന്ന് പറഞ്ഞു കേട്ട് സത്യഭാമ ചോദിച്ചു, അതെന്താ ഇവിടെ വെച്ച് സംസാരിച്ചാൽ തീരാത്തത്ര പ്രശ്നങ്ങളാണോ അവർക്കിടയിലുള്ളത് എന്ന്
സത്യഭാമ അന്വേഷിച്ചു. ഉടനെ രോഹിത് ശ്യാമയെ നോക്കിയിട്ട് പറഞ്ഞു, ഇതോടെ തീരുകയാണ്, തനിക്കെല്ലാം സന്തോഷമായല്ലോ അല്ലെ, ഇന്നത്തോടെ എല്ലാം അവസാനിക്കും എന്ന് രോഹിത് ശ്യാമയോട് പറഞ്ഞത്. പെട്ടെന്ന് ശ്യാമ ആലോചിച്ചിട്ട് ചോദിച്ചു, എന്താ രോഹിത്, ഇതെന്താ ഇവിടെ വെച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ച് വളരെ സന്തോഷത്തോടെ രോഹിത്തിനോട് സംസാരിച്ച് നാണത്തോടെ ശ്യാമ വേഗം സ്റ്റെയർ കയറി മുകളിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. ആ കാഴ്ച കണ്ടത് വിഷ്ണുവും ശാലിനിയും ആകെ അന്തിച്ചു നിന്നു. ശരിക്കും ഇതെന്താ സംഭവിച്ചെന്നറിയാതെ അവർക്കും ആകെ ടെൻഷനായി. ഉടനെ വിഷ്ണു താൻ ശ്യാമയെ തന്നെയാണോ കണ്ടത് എന്ന് അതിശയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ രോഹിത്തിന് എന്താ സംഭവിച്ചെന്നറിഞ്ഞില്ല. രോഹിത് ആകെ ആശങ്കയോടെ നോക്കി നിൽക്കുന്നത് കണ്ട് സത്യഭാമ ചോദിച്ചു, എന്താ പറ്റിയത്, എന്താ വിഷ്ണു എന്ന് ചോദിച്ചതും വിഷ്ണു എന്ത് മറുപടി പറയാനെന്നറിയാതെ അങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ഉടനെ രാഘവൻ നായർ അതിൽ കയറി ഇടപെട്ടു. എന്താ ശ്യാമ, എന്താ ഭാമ നീ പറയുന്നത്, അവര് പുതുചേർക്കനും പുതുപ്പെണ്ണും അല്ലേ, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടാവും, അതൊക്കെ നീ ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാ ഭാമേ എന്ന് ചോദിച്ചതും സത്യഭാമയ്ക്ക് പെട്ടെന്ന് അയ്യോ താൻ ചോദിച്ചത് മണ്ടത്തരമായി പോയല്ലോ എന്ന് അമളി പറ്റിയതുപോലെ സത്യഭാമ മുഖം മറച്ചു പിടിച്ചു. അപ്പോഴേക്കും വിഷ്ണുവിനോട് രാഘവൻ നായർ പറഞ്ഞു, മോനെ വിഷ്ണു, നീ ശാലിനിയെ വിളിച്ചുകൊണ്ട് കയറി പോകാൻ നോക്കടാ എന്ന് പറഞ്ഞതും ശാലിനി വിഷ്ണു വേഗം രോഹിത്തിനെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി. രോഹിത്തിനെ തട്ടിക്കൊണ്ട് വിഷ്ണു ചോദിച്ചു, എന്താണോ അവിടെ സംഭവിച്ചത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ രോഹിത്തിന്റെ ഒരു കാര്യം എന്നൊക്കെ സത്യഭാമ കേൾക്കെ ചിരിച്ചുകൊണ്ട് രോഹിത്തിനോട് വളരെ പതിഞ്ഞ സ്വരത്തിൽ കാര്യം എന്താണെന്ന് വിഷ്ണു അന്വേഷിക്കുന്നു. 3 പേർക്കും എന്താ സംഭവിച്ചെന്നറിയാതെ ആകെ അന്തിച്ചുകൊണ്ട് അവർ മുകളിലേക്ക് കയറി പോകുമ്പോൾ പങ്കജം താൻ ഇത്രയും നേരം വലിയൊരു കാര്യമായി സാധിച്ചെടുക്കാനായി വന്ന സത്യഭാമയുടെ മനസ്സിൽ ശ്യാമയ്ക്കെതിരെ ദേഷ്യമുണ്ടാക്കാൻ ശ്രമിച്ചതും അവസാനം അതെല്ലാം ഈ രീതിയിൽ അവസാനിച്ചു പോയതിന്റെ ടെൻഷനായി പങ്കജത്തിന്. അപ്പോഴേക്കും പങ്കജം വേഗം സത്യാമ്മയുടെ അരികിലേക്ക് ചെന്നു. സത്യഭാമ വേഗം ചാടി എഴുന്നേറ്റ് അങ്ങനെ നിൽക്കുമ്പോൾ പങ്കജം വന്നിട്ട് പറഞ്ഞു, അത് പിന്നെ സത്യാമ്മേ, ഇതൊക്കെ വെറുതെയാണ്, സത്യം എന്താണെന്ന് ഞാൻ ഉടനെ തന്നെ എന്ന് പറയുമ്പോഴേക്കും സത്യഭാമ പങ്കജത്തിന്റെ കർണത്തിനിട്ട് ഒന്ന് പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് നിനക്ക് ഇരിക്കട്ടെ, ഇനി വേഗം നീ പോയി ജോലി ചെയ്യാൻ നോക്ക്, അടുക്കളയിലേക്ക് പൊടി എന്ന് പറഞ്ഞ് പങ്കജത്തെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. സത്യഭാമ പങ്കജത്തിനിട്ട് ഒന്ന് പൊട്ടിക്കുന്നത് കണ്ട് രാഘവൻ നായർക്കും സന്തോഷമായി. അപ്പോഴേക്കും സത്യഭാമ വീണ്ടും ആലോചിച്ചു, വെറുതെ ഞാൻ ആ കുട്ടികളെ സംശയിച്ചു എന്ന് പറഞ്ഞ് സത്യഭാമ തലയിൽ കൈ വെച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ രാഘവൻ നായർ സത്യഭാമയോട് വലിയ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴും രാഘവൻ നായരും ആശങ്കയിലായി. ശരിക്കും എന്താ സംഭവിച്ചത്, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എൻ്റെ ദൈവമേ എന്ന് രാഘവൻ നായർ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ റൂമിലെത്തിയ ശ്യാമ ആകെ വിഷമത്തോടെ ഇരിക്കുന്നത് രോഹിത് അവിടേക്ക് വന്നതും കാണുന്നു. രോഹിത് വരുന്നത് കണ്ട് ശ്യാമ വേഗം എഴുന്നേറ്റ് റൂമിൽ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ രോഹിത് മുറിയിലേക്ക് കയറിയിട്ട് പറഞ്ഞു, ശ്യാമയും താൻ എന്താണ് എന്നോട് പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞതും ശ്യാമയൊന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. അപ്പോഴേക്കും രോഹിത് ചോദിച്ചു, എന്തായാലും തനിക്ക് എന്നോടുള്ള വിരോധമൊക്കെ ഒന്ന് മാറിയല്ലോ, ദേഷ്യം മാറിയല്ലോ, അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് രോഹിത് ശ്യാമയോട് പറയുമ്പോൾ ശ്യാമ മറുപടി ഒന്നും പറയാനാകാതെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രോഹിത് ശ്യാമയുടെ കയ്യിൽ പിടിച്ചിട്ട് ശ്യാമേ എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തി. ഉടനെ രോഹിത്തിന്റെ കൈ തട്ടിമാറ്റിയിട്ട് ശ്യാമ ദേഷ്യപ്പെട്ടു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തുകൊണ്ടാണെന്ന് തനിക്കറിയില്ല അല്ലെ, എനിക്ക് തന്നോടുള്ള വിരോധമൊക്കെ മാറിയെന്നോ, ആരോടോ പറഞ്ഞത്, തന്നോടുള്ള വെറുപ്പും വിരോധവും ഈ ജന്മത്ത് ഈ ശ്യാമയുടെ മനസ്സിൽ നിന്ന് പോവില്ല, എന്നും തന്നോട് വെറുപ്പ് തന്നെയായിരിക്കും എന്റെ മനസ്സിൽ എന്ന് ശ്യാമ ദേഷ്യപ്പെട്ടു. ഉടനെ രോഹിത് ചോദിച്ചു, ശ്യാമേ ഞാൻ എന്ന് പറഞ്ഞതും രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നാണ് അറിയേണ്ടത് അല്ലെ, എന്നാ കേട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത കാരണം എന്താണെന്ന്. അന്ന് ദീപക്കുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എൻ്റെ മേൽ കണ്ണുവെച്ചിട്ടുണ്ടായിരുന്നുവെന്ന് എനിക്ക് ഉറപ്പാണ്. അത് മാത്രമല്ല ദീപക്കുമായി എനിക്ക് വിവാഹാലോചന നടക്കുന്നതിന് മുൻപ് തന്നെ ആയിരുന്നല്ലോ വലിയച്ഛയുടെ വിവാഹം. ആ സമയത്ത് അന്ന് വിഷ്ണുവേട്ടന്റെ ഹോട്ടലിൽ എല്ലാവരും വന്ന് താമസിച്ചപ്പോൾ അന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ലൈം ജ്യൂസ് കഴിച്ചത്. ആ ലൈം ജ്യൂസിൽ തനിക്ക് ആ ഹോട്ടലിൽ ആരെ വേണമെങ്കിലും തൻ്റെ വരുതിയിലാക്കാൻ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ചൊൽപ്പടിക്ക് നിന്നവരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫുകളും. അതിനാൽ അവരെ ആരെയെങ്കിലും താൻ കൈവശപ്പെടുത്തി അവരെ കൊണ്ട് ജ്യൂസിൽ എന്തെങ്കിലും മരുന്ന് കലർത്തി അന്ന് താൻ അവരുടെ സഹായത്തോടെ ഫോട്ടോ എടുത്ത് അത് ആരും അറിയാതെ അന്ന് ദീപക്കിന്റെ അമ്മയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തത് ആയിരിക്കും എന്നാണ് ഞാൻ ഇത്രയും നാൾ കരുതിയിരുന്നത്. എന്നാൽ എനിക്കിപ്പോൾ മനസ്സിലായി, ഇന്നെനിക്ക് ബോധ്യമായി, ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ അവളാണ്, ആ സുസ്മിത. അവൾ തന്നെയായിരുന്നു ഇതിനെല്ലാത്തിനും കാരണം. അവൾ എന്തിനാണെങ്കിലും എന്നോട് എന്തിനാണ് അവൾ ഇങ്ങനെ ഒരു പ്രതികാരം കാണിച്ചത്, എന്റെ ജീവിതം വെച്ച് എന്തിനാണ് അവൾ കളിച്ചത് എന്ന് ശ്യാമ രോഹിത്തിനോട് ചോദിച്ചു. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, ശ്യാമ ഞാൻ എന്ന് പറഞ്ഞു, വേണ്ട, താൻ ഇങ്ങനെ ന്യായീകരണങ്ങൾ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, താൻ പറയുന്ന ന്യായങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്റെ ജീവിതം വെച്ചാണ് രോഹിത്തും കളിച്ചത്. അന്ന് രോഹിത് എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എന്തായാലും
നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടില്ല. ആ സുസ്മിതയും അവളുടെ അമ്മയും എന്റെ ജീവിതം തകർക്കാനാണ് അവർ ശ്രമിച്ചത്. അതിനുവേണ്ടിയുള്ള കരുക്കളാണ് ഇന്നും അവർ പ്രയോഗിച്ചത്. ഇവിടെ സത്യാമ്മയുടെ അരികിൽ വന്ന് അവർ നടത്തിയ നാടകം. അങ്ങനെ സത്യാമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനാണ് അവർ ആഗ്രഹിച്ചത്. അത് ഞാൻ ഒരിക്കലും അവർക്ക് നേടിക്കൊടുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പെരുമാറിയത്. ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ, ഞാൻ ഇവിടെ നിന്ന് സ്വയം ഇറങ്ങി പോകുന്നത് വരെ എനിക്ക് ഇവിടെ നിൽക്കണം. സത്യാമ്മ എന്നെ ഒരു കാരണവശാലും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പാടില്ല. അതിനുള്ള സാഹചര്യം ഞാൻ ഒരിക്കലും ഉണ്ടാക്കില്ല. അതുകൊണ്ട് സത്യാമ്മയുടെ മുന്നിൽ വളരെ സ്നേഹവും സന്തോഷവതിയുമായ ഒരു ഭാര്യയായിട്ടായിരിക്കും ഞാൻ ഇനി ഇവിടെ ജീവിക്കുക എന്ന് ശ്യാമ പറഞ്ഞു. അപ്പോഴേക്കും രോഹിത് ചോദിച്ചു, താന് എവിടേക്ക് പോകുന്നവരെ? നിനക്ക് ഇവിടെ ജീവിക്കുന്നത് വരെയെന്നോ? അങ്ങനെ പറഞ്ഞാൽ എന്താണ് നീ ഉദ്ദേശിച്ചത് എന്ന് ശ്യാമ വീണ്ടും രോഹിത് ശ്യാമയോട് ചോദിച്ചതും ഉടനെ ശ്യാമ പറഞ്ഞു, ദീപക് എന്നെ തേടി വരുന്നത് വരെ, ദീപകിന്റെ കൂടെ ഞാൻ ഇവിടുന്ന് പോകുന്നത് വരെ എന്ന് പറഞ്ഞതും രോഹിത് ചോദിച്ചു, ദീപക്കോ? അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അതെ ദീപക്. നിങ്ങൾക്കറിയില്ലേ ആ പേര്? നിങ്ങൾ എന്നെ ആരുടെ കയ്യിൽ നിന്നാണോ തട്ടിയെടുത്തത്, അവന്റെ അരികിലേക്ക് ഞാൻ മടങ്ങി പോകുന്നത് വരെ മാത്രം. അതുവരെ എനിക്ക് ഈ വീട്ടിൽ സന്തോഷത്തോടെ ഞാൻ കഴിയും. സത്യാമ്മ ഒരു കാര്യവും അറിയാതെ തന്നെ. എന്നാൽ ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്നോട് ചെയ്ത ക്രൂരതകളൊക്കെ സത്യാമ്മ അറിയാൻ പാടുള്ളൂ. അതാണ് ഞാൻ നിങ്ങൾക്കും ആ സുസ്മിതയ്ക്കുമായി വിധിച്ചിരിക്കുന്ന വിധി. എന്തായാലും നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് എനിക്ക് ജയിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെയെല്ലാം പെരുമാറിയത് എന്ന് ശ്യാമ തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ രോഹിത്തിനോട് പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം രോഹിത് ആകെ വിഷമിച്ചു നിൽക്കുമ്പോൾ ശ്യാമ പറഞ്ഞു, നിങ്ങൾ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകണം, എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് രോഹിത്തിനോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായി പറഞ്ഞ് കലിയുടെ ശ്യാമ നിന്നു. രോഹിത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ശ്യാമയെ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയതും ശ്യാമ കലിയോടെ വന്ന് ആ വാതിൽ കൊട്ടിയടച്ചു. രോഹിത്തിനെ കുറിച്ച് ശ്യാമയുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണയിൽ മാറ്റമുണ്ടായെങ്കിലും ദീപകിനെ കാത്തിരിക്കുന്ന ശ്യാമയുടെ തീരുമാനത്തെ ഓർത്ത് രോഹിത് വിഷമത്തോടെ പുറത്തു നിന്നു. അപ്പോഴേക്കും ശാലിനി ശ്യാമയും രോഹിത്തും തമ്മിലുള്ള ബന്ധത്തിലെ ആശങ്കകൾ വിഷ്ണുവുമായി പങ്കുവെക്കുന്നു. വിഷ്ണുവിന് അരികിലേക്ക് എത്തി ശാലിനി പറഞ്ഞു, വിഷ്ണുവിന് തോന്നുന്നുണ്ടോ ആത്മാർത്ഥമായി തന്നെയാണ് ശ്യാമ ഇപ്പോ സത്യാമ്മയുടെ മുന്നിൽ വെച്ച് രോഹിത്തിനോട് അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ഇല്ല ശാലിനി, ഒരിക്കലുമില്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, ഇനി എന്താ വിഷ്ണുവേട്ടാ രോഹിത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോഴും എപ്പോ വേണമെങ്കിലും പൊട്ടിച്ച് ചിതറാൻ കഴിയുന്ന അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു അഗ്നിഗോളമായിട്ടോ ഒരു ബോംബായിട്ടോ ആണ് ശ്യാമ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ശ്യാമ അവളുടെ കുട്ടിത്തം കൊണ്ട് എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാം. അതോടെ തകരുന്നത് നമ്മൾ 4 പേരുടെയും ജീവിതമാണ്. ശ്യാമയും രോഹിത്തും ഞാനും വിഷ്ണുവേട്ടനുമൊക്കെ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പുറത്താകും. അതാണ് വിഷ്ണുവേട്ട ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞതും വിഷ്ണു ശാലിനിയോട് പറഞ്ഞു, എടോ താൻ ഇങ്ങനെ വിഷമിക്കാതെ. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ട എന്തൊക്കെയാണെങ്കിലും രോഹിത്തിന്റെ ജീവിതം കൂടി തകരുകയല്ലേ വിഷ്ണുവേട്ട എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, എന്തായാലും നമ്മൾ നമ്മുടെ തകർച്ചയെക്കുറിച്ച് മാത്രം ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. മറുവശത്ത് ആ സുസ്മിതയും അവളുടെ അമ്മയും ചേർന്ന് നമ്മളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ആയുധങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മറന്നു പോകരുത് എന്ന് പറഞ്ഞതും ശാലിനി വിഷ്ണുവിന്റെ തോളിലേക്ക് ചാരിയിട്ട് പറഞ്ഞു, വിഷ്ണുവേട്ട അതും എനിക്കറിയാം. അതിനെ നമ്മൾ നേരിടുന്നത് എങ്ങനെയാണ്? വിഷ്ണുവേട്ടനല്ലേ എന്നോട് പറഞ്ഞത് സുസ്മിതയ്ക്ക് അവൾക്ക് ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് അവൾ നമ്മളെ വേട്ടയാടാനുള്ള കാരണമെന്ന്. അവളുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ വിഷ്ണുവേട്ടൻ ചെയ്യുമെന്ന്. ജഗദീപുമായിട്ടുള്ള ആ കരാർ വെച്ച് ജഗദീപിന് അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലേ വിഷ്ണുവേട്ട എന്ന് ശാലിനി ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അതെ, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അവന് മാത്രമേ കഴിയുള്ളൂ. ഇനിയാണ് അവന്റെ യഥാർത്ഥ എൻട്രി. ഇനി അവനാണ് ശരിക്കും നമ്മുടെ തുറുപ്പുചീട്ട്. അവൻ ഇനിയും ഈ ഒരു സീനിലേക്ക് വന്നു ചേരാൻ പോവുകയാണ്. ഇനിയുള്ളത് അവന്റെ ദിവസങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇനിയാണ് അവൻ കളിക്കാൻ പോകുന്നത് എന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നു. അങ്ങനെ ശാലിനി വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ടിരിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, ഇനി എന്തായാലും അവളെ ശരിക്കും നമ്മൾ അവൾക്ക് കൃത്യമായ തിരിച്ചടി കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്കിനി വിശ്രമമുള്ളൂ എന്ന് വിഷ്ണു ശാലിനിയോട് അറിയിച്ചു. ആ സമയം ജഗദീപും ചന്തുവും കൂടി വലിയൊരു റെസ്റ്റോറൻറ്റിൽ വന്ന് കാത്തിരിക്കുന്നു. ചന്തു ചോദിച്ചു, എടാ അവൾ വരുവോ എന്ന് ചോദിച്ചതും ഉടനെ ജഗദീപ് പറഞ്ഞു, വരും, തീർച്ചയായിട്ടും വരും. അപ്പോഴേക്കും ചന്തു പറഞ്ഞു, എടാ ഇലക്ഷൻ റിസൾട്ട് വരുമോന്നല്ല ഞാൻ ചോദിച്ചത്, നീ ആ കാത്തിരിക്കുന്നവൾ വരുമോന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞതും ജഗദീപ് പറഞ്ഞു, എടാ വരുവടാ, അതെനിക്ക് ഉറപ്പല്ലേ എന്ന് പറഞ്ഞതും അത് നിനക്കെന്താണ് ഇത്ര ഉറപ്പ് അവൾ വരുമെന്നുള്ളത്? നിന്റെ കയ്യിലാണ് അവളുടെ റിമോട്ട് കൺട്രോള് എന്ന് ജഗദീപിനോട് ചോദിച്ചതും ജഗദീപ് പറഞ്ഞു, അതേടാ, എടാ നിനക്കറിയില്ലേ അവളുടെ കൂട്ടുകാരി ശ്രദ്ധേ, അവളാണ് എനിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അന്ന് ഞാൻ പറഞ്ഞ ആ ഹോട്ടലിൽ
അവളെ എത്തിച്ചതും ശ്രദ്ധ തന്നെയാണ്. ഇന്ന് അവൾ തന്നെയാണ് ഇവിടേക്ക് അവളെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് എനിക്ക് വാക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവൾ ഇവിടെ വരുവടാ. അവൾ വരുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ കാത്തു നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവൾ ഇവിടേക്ക് എത്തും എന്ന് പറഞ്ഞു. ഉടനെ ശ്രദ്ധ അവളെ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് ജഗദീപും ചന്തു അങ്ങനെ നിൽക്കുമ്പോൾ സുസ്മിതയുടെ ഫ്രണ്ട്സ് രണ്ടുപേരും പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നു. അവൾ വരുവോടി, ഇന്ന് അവൾ വരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചതും മറ്റൊരു കൂട്ടുകാരി പറഞ്ഞു, തീർച്ചയായിട്ടും അവൾ വരും, വരാതിരിക്കില്ല. ഞാൻ അവളോട് നമ്മൾക്ക് ഇവിടെ ഒന്ന് കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്തു പറഞ്ഞു, എടാ അവൾ വന്നില്ലെങ്കിലുണ്ടല്ലോ, ഇന്ന് നീ ഇട്ടിരിക്കുന്ന ഈ കോട്ട്, പിന്നെ ഈ ഇരിക്കുന്ന ലാപ്ടോപ്പ്, വാടകയ്ക്ക് എടുത്ത ആ പുറത്ത് കിടക്കുന്ന ആ വലിയ കാറ്, പിന്നെ പോരാത്തതിന് നീ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിന്റെ തറവാടക, ഇതെല്ലാം കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞതും ജഗദീപ് ചോദിച്ച, തറവാടകയോ? അതേടാ, ഇതേ വലിയ വലിയ ആളുകൾ VIP മാത്രം കയറുന്ന റെസ്റ്റോറൻ്റ് ആണ്. അവിടെ നിന്നെ പോലെയുള്ള ഒരു തറയ്ക്ക് ഇരിക്കാനുള്ള സമയം തരുന്നതിന് അതിനാണ് തറവാടക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതും ജഗദീപ് കലിയോടെ ചന്തുവിനെ നോക്കി. അപ്പോഴേക്കും സുസ്മിത അവിടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു കഴിഞ്ഞു. കൂട്ടുകാരിമാർ രണ്ടുപേരും സുസ്മിതയോട് പറഞ്ഞു, നിന്നെ കുറെ നാളായാലോടി കണ്ടിട്ട്, നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോ നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടാവല്ലോ എന്ന് കരുതി. എന്തായാലും നീ വന്നേ, നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ ഒന്ന് കയറിയാലോ എന്ന് ചോദിച്ചിട്ടും സുസ്മിത പറഞ്ഞു, ഓ വേണ്ടടി, ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതിന്റെ കേട് ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല എന്ന് സുസ്മിത പറയുമ്പോൾ കൂട്ടുകാരിമാർ പറഞ്ഞു, ഇടി അങ്ങനെ പോയാൽ എങ്ങനെയാ, എന്തെങ്കിലും ഒരു ജ്യൂസെങ്കിലും ഒന്ന് കഴിക്കാം, വാ, എത്രയോ നാൾക്ക് ശേഷം നമ്മൾ കാണുന്നതാണ് എന്ന് പറഞ്ഞ് അവർ നിർബന്ധപൂർവ്വം സുസ്മിതയെ വിളിക്കുന്നു. ഓ എന്നാ ശരി വാ എന്ന് പറഞ്ഞ് സുസ്മിത മനസ്സോടെ അവരുടെ കൂടെ അവിടേക്ക് കയറാമെന്ന് സമ്മതിക്കുമ്പോഴാണ് ജഗദീപിനോട് ചന്തു വീണ്ടും ദേഷ്യപ്പെട്ടത്. എടാ, നമ്മൾ വെറുതെ ഇവിടെ അങ്ങനെ കാത്തിരുന്ന് വെറുതെ സമയം കളയാന്നല്ലാതെ എടാ അവൾ വരാനൊന്നും പോകുന്നില്ല. അപ്പോഴേക്കും ജഗദീപ് പറഞ്ഞു, വരുവടാ, നീ വെയിറ്റ് ചെയ്യേ, പിന്നെ കോപ്പ അവൾ വരുന്നത് എന്ന് പറഞ്ഞ് ചന്തു ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ജഗദീപ് പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ വാതിക്കലേക്ക് സുസ്മിതയും രണ്ട് കൂട്ടുകാരിമാരും കയറി വരുന്ന കാഴ്ച കണ്ടത്. ഉടനെ ജഗദീപ് പറഞ്ഞു, എടാ ദേ അവള് വരുന്നുണ്ട്, ആക്ഷൻ എന്ന് പറഞ്ഞതും പെട്ടെന്ന് ചന്തു പറഞ്ഞു, ഓ ശരി സാർ, അല്ല സാർ എന്താ ഇനി ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതും പെട്ടെന്ന് ജഗദീപ് പറഞ്ഞു, എടാ നീ വെറുതെ നിൽക്കാതെ എൻ്റെ ഷോൾഡറൊക്കെ ഒന്ന് മസാജ് ചെയ്തേ, എൻ്റെ പുറമൊന്ന് മസാജ് ചെയ്തേ. അപ്പോഴേക്കും ചന്തു ചോദിച്ചു, എടാ നീ കിട്ടിയ അവസരം മുതലെടുക്കുകയാണല്ലേ എന്ന് ചോദിച്ചതും ജഗദീപ് പറഞ്ഞു, എടാ നീ ഇപ്പം ഈ ചെയ്യുന്നതിനൊക്കെ അവള് നമ്മുടെ വരുതിയിലായി കഴിഞ്ഞാലുണ്ടല്ലോ, കോടികൾ കൈ വരാൻ പോകുന്നത്, അതിൽ നിനക്കും ഗുണം ഉണ്ടാവൂടാ എന്ന് പറഞ്ഞത് ഉടനെ ചന്തു അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ ചന്തു ജഗദീപിന്റെ ഷോൾഡറൊക്കെ തിരുമ്മിക്കൊടുത്ത് പുറമൊക്കെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സുസ്മിത കയറി വന്നു. സുസ്മിത അകത്തേക്ക് കയറി വരുമ്പോൾ അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ടേബിളിനരികിലിരുന്ന് ജഗദീപിന്റെ അസിസ്റ്റന്റും കൂടി ഇരിക്കുന്നത് കണ്ട് സുസ്മിതയുടെ കണ്ണ് ജഗദീപിനെ മേൽ ഉടക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം നോക്കിയിരിക്കുന്നു.